ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയ സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലെ 41-ാമത്തെ ശ്ലോകം മുതലാണ്. ശ്രീമൈത്രേയ ഉവാച ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതിഃ ദക്ഷിണീകൃത്യ തം വിപ്രീതോ വനമേവ ജഗാമഃ. കപിലസ്വരൂപനായ ഭഗവാന്റെ സാന്ത്വന വാക്കുകൾ കേട്ട് സംപ്രീതനായ കർദമ പ്രജാപതി സംതൃപ്ത മാനസനായി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വനത്തിലേക്ക് പുറപ്പെട്ടു. പ്രദംസ ആസ്ഥിതോ മൗനം ആത്മൈകശരണോ മുനി നിസംഗോ വ്യജരക്ഷോണി മഗ്നീരനികേതനഃ. മൗനവ്രതം സ്വീകരിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗിയായി അഗ്നിയും ഗൃഹവും ഉപേക്ഷിച്ച് ഭഗവത് സ്മൃതിയിലാണ്ടുകൊണ്ട് കർദമമുനി ഭൂലോകം ചുറ്റി സഞ്ചരിച്ചു. മനോബ്രഹ്മണി യുഞ്ജാനോ യത്ത സദസദ പരം ഗുണൗ ആഭാസേ വിഗുണ ഏകഭക്ത്യാനുഭാവിതേ. മനസ്സിനെ ബ്രഹ്മത്തിൽ യോജിപ്പിച്ച് സത്തിൽ നിന്നും അസത്തിൽ നിന്നും, അതായത് ത്രിഗുണങ്ങൾക്ക് അതീതനായ ത്രിഗുണങ്ങളുടെ സർവകാരണനായ അചഞ്ചലമായ ഭക്തിയിലൂടെ ആ പരമപുരുഷനിൽ മനസ്സുറപ്പിച്ച് കർദമമുനി കാലങ്ങൾ കഴിച്ചു. നിരഹങ്കൃതിർനിർമ്മമശ്ച നിർദ്വന്ദ്വസമദൃക്സ്വദൃക് പ്രത്യപ്രശാന്തധീർധീരഃ പ്രശാന്തോർമിരിവോദതിഃ. കർദമമുനി അങ്ങനെ ക്രമേണ ദേഹാത്മബോധത്തിൽ നിന്ന് മുക്തനായി, നിരഹങ്കാരനായി, ഭൗതിക വാത്സല്യത്തിൽ നിന്ന് മുക്തനായി, ദ്വന്ദ്ഭാവങ്ങളെ അതിക്രമിച്ച്, അതായത് എല്ലാത്തിനെയും സമമായി കണ്ടുകൊണ്ട് അലയടിക്കുന്ന തിരകൾക്ക് നടുവിലും സമുദ്രം ശാന്തമായിരിക്കുന്നതുപോലെ സകല വിഷയങ്ങൾക്കും നടുവിലും പ്രശാന്ത മാനസനായി സദാ ആത്മാനന്ദത്തിൽ അദ്ദേഹം രമിച്ചു. വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യഗാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാ മുക്തബന്ധനഃ. സർവ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന സർവജ്ഞനായ വാസുദേവനിൽ പരമഭക്തി വച്ചുകൊണ്ട് സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനായി നിത്യവും പരമവുമായ ആത്മവസ്തുവിൽ ലയിച്ച് ചേർന്നു. ആത്മാനം സർവഭൂതേഷു ഭഗവന്തമവസ്ഥിതം അപശ്യ സർവഭൂതാനി ഭഗവത്യവിജാത്മനി. അവിടെ സർവജീവജാലങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവിനെയും ആ പരമാത്മാവിൽ നിലകൊള്ളുന്ന സർവജീവജാലങ്ങളെയും കർദമമുനി ഒരേപോലെ കണ്ട് അറിഞ്ഞു. ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസാ ഭഗവദ്ഭക്തിയുക്തേന പ്രാപ്താ ഭാഗവതീ ഗതിഃ. എല്ലാവിധ രാഗദ്വേഷങ്ങളിൽ നിന്നും അകന്ന് സർവ്വതിൽ നിന്നും മുക്തനായി ഭഗവത് ഭക്തോത്തമനായിക്കൊണ്ട് കർദമ പ്രജാപതി പരമനിർവാണ പദത്തിലേക്ക് കുതിച്ച് ഉയർന്നു, അതായത് ഭഗവത് സ്വരൂപമായി തീർന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലേയോപാഖ്യാനേ 24-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് ഇവിടെ 3-ാമത്തെ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായം സമാപ്തം ആവുകയാണ്. ഈ അധ്യായം ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.